ഡി സതീശൻ മന്ത്രിസഭയിലേക്ക് ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച കാര്യങ്ങളുടെ ചുരുൾ നിവരുകയാണ്. കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയെ കൂടാതെ 11 മന്ത്രിമാരാണ് വരുന്നത്. 11 മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പിച്ച് മന്ത്രിസഭയിൽ ബർത്തുണ്ടാകുമെന്ന് ഉറപ്പിച്ചവരുടെ പേര് വിവരങ്ങൾ ഇതാണ്. വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ, കായംകുളം MLA M ലിജു, കുണ്ടറ MLA PC വിശ്വനാഥ്, പേരാവൂർ MLAയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്, പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ എന്നിവരുടെ പേരുകളാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അതായത് 5 പേർ മന്ത്രിസഭയിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയം MLAയും ഏറ്റവും സീനിയർ നേതാക്കൾ ഒരാളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ ഈ സാമുദായിക പ്രാതിനിധ്യം പരിഗണിക്കുമ്പോൾ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം കേരള നിയമസഭയുടെ സ്പീക്കറായി അധികാരമേൽക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ മുൻപേ തിരുവഞ്ചൂരിലേക്ക് സ്പീക്കർ സ്ഥാനം എത്തുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ മന്ത്രി പദവി തന്നെ വേണമെന്ന് തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു വിവരങ്ങൾ. ഇപ്പോൾ സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂർ അതിന് സമ്മതിച്ചിട്ടുണ്ടോ? തിരുവഞ്ചൂർ സമ്മതിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രതികരണം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും ഈ മറ്റ് പരിഗണനകൾ നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല കൂടി മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ നായർ വിഭാഗത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കോൺഗ്രസ് മന്ത്രിമാർക്കിടയിൽ കാര്യമായി വർദ്ധിക്കും. അത് മറ്റ് സാമുദായിക സന്തുലനത്തെ ബാധിക്കും. അപ്പോൾ ഈഴവ വിഭാഗത്തിനുമൊക്കെ തന്നെ അതുപോലെ തന്നെ പരിഗണന നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മന്ത്രിസഭയിൽ ഒരു ഓവർ പ്രാതിനിധ്യം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ സ്പീക്കറിലേക്ക് പരിഗണിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മറ്റു ഭാഗത്തുനിന്നുണ്ടാകും. അദ്ദേഹത്തെ പോലൊരു സീനിയറായ ഒരു നേതാവിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അംഗീകാരം എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് സ്പീക്കർ പദവി തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് നൽകുന്നത് എന്ന് വേണം കോൺഗ്രസ് നേതാക്കളിൽ നിന്നുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്.